അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തായ ഐതഖും മിനന്നാർ നാം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദുആ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഗൗരവം നമുക്കൊക്കെ അറിയാം. നാം ദിവസവും ചോദിക്കേണ്ട ഒരു ദുആ, നമ്മൾ നിസ്കാരത്തിൻ്റെ അവസാനത്തെ തഹിയ്യാത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന ആ ദുആഇൻ്റെ അവസാനം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അപ്പോൾ ദിവസവും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ, അല്ലാഹുവേ ഖബർ ശിക്ഷയെ തൊട്ടും നരക ശിക്ഷയെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നുള്ളതായ ആ ഒരു ദുആ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം എന്ന് മാത്രമല്ല, ഓരോ നിസ്കാരത്തിലും നാം അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മെ ദുആ ചെയ്യണമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് ആ ഒരു ദുആ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ എന്ന് പറഞ്ഞ ആ ഒരു വലിയ മഹത്തായ ദുആ നാമൊക്കെ മനസ്സ് തട്ടിയിട്ട് വേണം ചോദിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ ഭക്ഷണം ലഭിച്ചു. അതുപോലെ തന്നെ ഭൂമിയിൽ ഇനി വസിക്കാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ മറ്റു ആവശ്യത്തിനൊക്കെ തീ ആവശ്യമാണ്. ഭൂമിയിൽ തീയിൻ്റെ കണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനും ഇനി വരാൻ പോകുന്നവർക്കൊക്കെ ഈ ഭൂമിയിലേക്ക് ആവശ്യമായ, അല്ലെങ്കിൽ തീ കത്തണമെങ്കിൽ അതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യത്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ മാലിക് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് പോകണം. എന്നിട്ട് ആവശ്യമായ ഖദർ അനുസരിച്ച് ഭൂമിയിലേക്ക് ആവശ്യമായ ഖദർ തീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നേരെ അല്ലാഹുവിൻ്റെ ഓർഡർ പ്രകാരം മാലിക് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മാലിക് അലൈഹിസ്സലാം പറയുകയാണ്, യാ ജിബ്രായിൽ കം തുരീദു മിനന്നാർ, അങ്ങക്ക് എത്രയാണ് വേണ്ടത്? കാരണം തീയാണ് കൊണ്ടുപോകുന്നത്, നരകത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്നത് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഉരീദു മിൻഹാ മിഖ്ദാറ തംറ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു വലിപ്പമുള്ള ഒരു കഷ്ണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് മാലിക് അലൈഹിസ്സലാം പറയുകയാണ്, ഞാനെങ്ങാനും ആ ഈത്തപ്പഴത്തിൻ്റെ വലിപ്പം നമുക്കറിയാം, ആ ചെറിയ ഈത്തപ്പഴത്തിൻ്റെ വലിപ്പം, ആ വലിപ്പം എങ്ങാനും ഞാൻ നിങ്ങൾക്ക് നൽകുകയും നിങ്ങളത് കൊണ്ടുപോയി ഭൂമിയിലെങ്ങാനും വെക്കുകയും ചെയ്താൽ ആകാശങ്ങളും ഭൂമികളും ഒന്നായിട്ട് അത് നിഷ്ഫലമായി പോകുമെന്ന്, അതൊന്നായിട്ട് ഒരുക്കി തീരുമെന്ന് ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ പിന്നെ അതിൻ്റെ പകുതിയെങ്കിലും നൽകൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, അതും നൽകിയാൽ പിന്നീട് ആകാശത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും മഴ പോലും അവിടെ നിന്ന് ആകാശത്തുനിന്ന് പെയ്യുകയില്ല എന്ന് മാത്രമല്ല, ഭൂമിയിൽ ഒരു വസ്തുവും പിന്നീട് മുളക്കുകയില്ല. അത്രയും കാഠിന്യമുള്ള ചൂടാണ് അതിൻ്റെ ചൂട് എന്ന് ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ വീണ്ടും ഇത് കേട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് മനസ്സിലായി, ഇതിനെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, ഇലാഹി അല്ലാഹുവേ, പിന്നെ എത്രയാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു അണുമണി, ആ അണുമണിയുടെ ഒരു ഏറ്റവും ചെറിയ ഒരു
കണം എത്രയും ഏറ്റവും ചെറിയ ഒരു വസ്തു ഏതാണോ ആ ഒരു വസ്തു നിങ്ങൾ എടുക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ആ ഒരു വസ്തുവിനെ എടുത്തിട്ട് 70 പ്രാവശ്യം 70 നദികളിൽ കൊണ്ടുപോയിട്ട് മുക്കുകയും അങ്ങനെ ആ മുക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ അത് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം അത് ഭൂമിയിൽ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുകയും ആ മല അവിടെ നിന്ന് ഉരുകിത്തീരുകയും ചെയ്തു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ കൊണ്ടുപോയി വെച്ച സാധനം അതെടുക്കുകയും അത് തിരിച്ച് അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. കാരണം ഇവിടെ വെച്ചില്ല, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഭൂമി എന്നായിട്ട് ഉരുകി തീരുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് മനസ്സിലാവുകയും അത് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവിടുന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതാണ് നരകത്തിന്റെ അവസ്ഥയെങ്കിൽ നമ്മളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു സംഗതിയാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നുള്ളത് നമ്മളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പറയണം. റഹ്മാനേ റബ്ബേ, ഞങ്ങളെ നീ മോചിപ്പിക്കണം റഹ്മാനെ. ഇത്ഖ് മിനന്നാറിൽ കൊടാനിക്കണക്കിന് ആളുകളെ ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകളെ ഇത്ഖ് ചെല്ലുന്ന കൂട്ടത്തിൽ റഹ്മാനേ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ റഹ്മാനേ റബ്ബേ, എല്ലാവരെയും നീ മോചനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ സ്വർഗീയ ലോകത്തെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഞങ്ങളെയും പറയപ്പെട്ടവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണം റഹ്മാനെ.